ജോലിയിൽ പ്രവേശിക്കാതെ തൃശൂർ കലാമണ്ഡലത്തിൽ പ്രതിഷേധവുമായി അധ്യാപകർ. പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരായ അധ്യാപകരാണ് പണിമുടക്കുന്നത്. തിരിച്ചെടുത്തെങ്കിലും അകാരണമായി പിരിച്ചുവിട്ടതിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ അധ്യാപകരെയും അനധ്യാപകരെയും തിരിച്ചെടുക്കാൻ സർവകലാശാല തീരുമാനിച്ചത്. ഇപ്പോൾ ഈ അധ്യാപകരുടെ നിലപാട് എന്താണ്? യഥാർത്ഥത്തിൽ അവർ അപമാനിക്കപ്പെടുകയായിരുന്നില്ലേ ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ? തീർച്ചയായിട്ടും നീലിമ, ഏതാണ്ട് അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 125 താൽക്കാലിക ജീവനക്കാരെയാണ് ഇത്തരത്തിൽ കലാമണ്ഡലത്തിൽ പിരിച്ചുവിട്ടത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരെ പിരിച്ചുവിട്ടത്. ഈ കലാമണ്ഡലം പോലെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു കൂട്ട പിരിച്ചുവിടലിനെതിരെ ശക്തമായ പ്രതിഷേധം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. തുടർന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ഒരു ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നത്. എന്തായാലും ഈ തിരിച്ചെടുത്ത അധ്യാപകർ ഇന്ന് രാവിലെ തന്നെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. എന്നാൽ ഈ അകാരണമായി പിരിച്ചുവിട്ടതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജോലിയിൽ പ്രവേശിക്കാതെ, അതായത് കലാമണ്ഡലത്തിൽ ചെയ്യുന്നവർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിക്കുകയായിരുന്നു. രാവിലെ തന്നെ കലാമണ്ഡലത്തിൽ എത്തിയെങ്കിലും ഇവർ ഒപ്പുവെക്കാതെ ഇതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. ആനന്ദ്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഗവർണറുമായുള്ള ഒരു തർക്കത്തെ തുടർന്ന് മല്ലിക സാരാഭായിയെ അവിടെ വൈസ് ചാൻസലറായി കൊണ്ടുവരാനൊക്കെ PC ആയി കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു നീക്കം സർക്കാർ നടത്തി. ലക്ഷങ്ങളാണ് മല്ലിക സാരാഭായിക്ക് പ്രതിഫലമായി ഓഫർ ചെയ്തത്. അത്തരത്തിൽ ശമ്പളം എഴുതിയെടുക്കുന്നൊരു സ്ഥിതിയുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഈ സർക്കാരിൻ്റെ ദുർവാശിക്ക് വേണ്ടി മല്ലിക സാരാഭായിക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു ഇടത്താണ് ഈ അവിടെ പണിയെടുക്കുന്ന അധ്യാപകർക്ക് ശമ്പളം നൽകാൻ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിരിച്ചുവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. 140 കളരികളിൽ ആകെ പഠിപ്പിക്കാനുള്ളത് 61 അധ്യാപകരായി അവശേഷിക്കുന്ന സ്ഥിതിയുണ്ടായി. വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരിൻ്റെ വാശി തന്നെ ഈ ഒരു സ്ഥാപനത്തെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ദുർവാശിയല്ലേ? തീർച്ചയായിട്ടും നീലിമ, അതായത് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരള കലാമണ്ഡലത്തിന്റെ മുൻ രജിസ്ട്രാറായിട്ടുള്ള NR രാമപ്രകാശും പറഞ്ഞത്. അതായത് കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ ഇതിന്റെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായി 3 ലക്ഷം രൂപ വരെ ഇപ്പോൾ ശമ്പളം വാങ്ങുന്നുണ്ട്. 4 ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ ശമ്പളം ഉണ്ടെങ്കിൽ 10 ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയും എന്നാണ് പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് വലിയ തുക കൊടുത്ത് ആളുകളെ നിയമിക്കുകയും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള 120ഓളം വരുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെ പിരിച്ചുവിടേണ്ടി വരികയും ചെയ്യുന്നതിന് ഒരു വിരോധാഭാസം തന്നെയാണ് പൊതുവെയുള്ള സാംസ്കാരിക പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ B അനന്തകൃഷ്ണൻ സൂചിപ്പിച്ചതും ഇതേ നിലപാട് തന്നെയാണ്. അതായത് ഈ അടിയന്തരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം, അതിന് സർക്കാർ ഒരു പരിഹാരം കാണണം. ആ പരിഹാരം കാണാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്തിട്ടുള്ളത്. ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കണമെന്നുള്ള സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്നും ഈ വൈസ് ചാൻസലർ ഇന്ന് രാവിലെ തുറന്നടിച്ചിരുന്നു. ഈ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുമെന്നുള്ള ഈ ധനവകുപ്പിന്റെ ഉത്തരവിനെതിരെ കലാമണ്ഡലം നേരത്തെ തന്നെ ഔദ്യോഗികമായിട്ട് കത്ത് നൽകിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ, അതായത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് എത്തിയ അധ്യാപകർ എന്തായാലും ജോലിയെ പ്രവേശിച്ചിട്ടില്ല, അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. നീലിമ, ശരി. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനാണ് സർക്കാരിന്റെ നീക്കം.